കൃഷ്ണ, നമുക്കിനി ഒന്ന് രണ്ട് പേരെയും കൂടെ വിളിക്കാനുണ്ട്. വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ മിനി ബാബുവിന് ഒരു സംശയം. നമ്മുടെ പി ജെയിംസ് സാർ അല്ലേ ഈ സാന്റയായി നിൽക്കുന്നതെന്ന്? നിങ്ങൾ നോക്കൂ, സാന്റോ അങ്ങക്ക് പി ജെയിംസ് ഒരു പേരുണ്ടോ? അദ്ദേഹത്തിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ വാർത്തകളുടെ വിദഗ്ധനല്ലേ, എങ്കിൽ കേട്ടാൽ മാത്രം പോരാ, അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്താം. പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇനി എസ് പി ജയകുമാർ വരാന്തയിലുണ്ട്. പി ജെയിംസ് കഴിഞ്ഞാൽ നമുക്ക് വരാന്തയിൽ നിന്ന് വിജയകുമാറിനോട് കൂടി പൊക്കിക്കൊണ്ട് വരണം. ഇങ്ങോട്ട് വരൂ മിസ്റ്റർ പി ജെയിംസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. സാന്റോയ്ക്ക് ഒരു ക്രിസ്മസ് പറഞ്ഞോളൂ. സാന്റോ മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പി ജെയിംസ്. സാന്റോ, ഒന്ന് ചോദിച്ചോട്ടെ, താങ്കളെ കുറിച്ചുള്ള ഞങ്ങൾ കേട്ടിരിക്കുന്ന ഒരു കഥ, ഉത്തര ധ്രുവത്തില് മഞ്ഞുകരടികൾ പൂട്ടിയ വണ്ടിയിൽ ഇങ്ങോട്ടൊക്കെ എത്തുന്നു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവിടെ കേരളത്തിൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലായില്ല. തൽക്കാലം ഞങ്ങൾ വാട്ടർ മെട്രോ വഴി കായൽക്കരയിലൂടെ വന്നപ്പോൾ ഈ സുന്ദരമായ നഗരം കണ്ട് അവിടെ ഇറങ്ങി. ഇത്തവണ മഞ്ഞുകരടികളെ റെയിൻഡിയർ മാനിയൊന്നും പിടിച്ചില്ല. അപ്പൊ ജെയിംസേ, വാർത്തകൾ കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷം. നമുക്ക് ഈ യഥാർത്ഥത്തിൽ തിരുപ്പിറവിക്കുള്ള സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കാം. തിരുവനന്തപുരം കൊണ്ട് നിന്നാ കുഴപ്പം, എനിക്ക് കഴുത്തുളുക്കും. ഓക്കെ ഓക്കെ. അതായത് അപ്പൊ ഈ സമയം ഒരു നല്ല വിശുദ്ധനായ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എന്താ പറയാ? വിശുദ്ധനായ ക്രിസ്ത്യാനി എന്ന് പറയുന്നില്ല, ഞാൻ എല്ലാവരും തീരെ കുറവാണെന്നാ പുള്ളി പറയുന്നത്. എന്താ ചെയ്യാ, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ബ്രാൻഡിങ് കൊടുത്താ. ഒരു കാര്യമുള്ളത്, ഈ ക്രിസ്മസ് വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോഴും ക്രിസ്മസിന് എപ്പോഴും ഈ പാവപ്പെട്ടവരുടെ അഭയാർത്ഥികളുടെയൊക്കെ ഒരു മുഖമുണ്ട്. കാരണം യേശുക്രിസ്തു ജനിച്ച ബെത്ലഹേമിൽ ജോസഫും മേരിയും വന്ന് ഒരു വീടോ സത്രമോ തേടി ഇപ്പോൾ കിട്ടിയില്ല. ഒരുപക്ഷെ ലോകത്ത് വീടില്ലാതെ യുദ്ധങ്ങൾക്കിടയിൽ പെട്ട് കിടക്കുന്ന അഭയാർത്ഥികളായിട്ടുള്ള ഒരു അഭയാർത്ഥിയുടെ മകനായിട്ടാണ് യേശുക്രിസ്തു ജനിച്ചത്. പുൽക്കൂടിലാണ്, പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നവനാണ് യേശുക്രിസ്തു. ആ മുഖമായിരിക്കും ഒരുപക്ഷെ ക്രിസ്മസിന്. പ്രത്യേകിച്ച് ഒരുപാട് ഉണ്ണികൾ മരിച്ചു വീഴുന്ന സമയത്ത് ക്രിസ്മസിന് വലിയ പ്രസക്തിയുണ്ട്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയ സന്ദേശമാണ് SK നൽകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നാടകം ക്രിസ്മസ് ലഹരി ആയി കഴിഞ്ഞു കൃഷ്ണ.